ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ക്ലാസുകൾ കേട്ട് ആകൃഷ്ടനായി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അയാൾ തരും എന്ന തോന്നലിൽ അയാളെ കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നല്ല, ഒട്ടനവധി തവണ. കേട്ടിരിക്കുന്നവനെ ഇമോഷണലായി അഡിക്റ്റ് ആക്കുന്ന താനെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ക്ലാസ്സിൽ ഞാനിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയച്ചു. അദ്ദേഹം റിപ്ലൈ തന്നു. ഒരു സൗഹൃദത്തിൻ്റെ ബേസിക് ടേംസിലെത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് താങ്കളുമായി സംസാരിക്കണം, എന്നാണ് ഒന്ന് കാണാൻ സാധിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുടുംബവുമായി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്, അതൊരു പാർക്കാണ്, ആ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമുക്ക് സംസാരിക്കാം, കുട്ടികൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്നുള്ള ലെവലിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ എത്താം, തീർച്ചയായും എത്താമെന്ന് പറഞ്ഞു. ആരോടെങ്കിലും ഒരു സമയം പറഞ്ഞാൽ അരമണിക്കൂർ മുമ്പെങ്കിലും എത്തുന്നതാണ് എൻ്റെ ഒരു ദുശീലം. അതാണ് ഇവിടെ വിനയായത്. ഞാൻ അരമണിക്കൂർ മുന്നേ എത്തി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പുള്ളിയെ കാണാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു. ഓ, നിങ്ങൾ വന്നോ? എങ്കിൽ ഞാൻ അരമണിക്കൂർ മുമ്പേ എത്താം എന്ന ലൈനിലായിരുന്നു പുള്ളിയുടെ മറുപടി. ഉടനെ എത്താം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ. ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കും അദ്ദേഹത്തിനും തിരക്കുള്ളത് കൊണ്ട് തന്നെ വന്നാൽ ഉടൻ തന്നെ കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ ആ പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ ആ സൈഡിൽ തന്നെ നിന്നു. ഇദ്ദേഹത്തെ അന്വേഷിച്ച് നിന്നു. ഞാൻ മൊബൈലിൽ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഈ മനുഷ്യനും കുടുംബവും റോഡ് ക്രോസ് ചെയ്ത് വരുന്നതാണ്. എനിക്ക് അഭിമുഖമായി നടന്നു വന്നിട്ടും എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ അയാൾ പാർക്കിനകത്തേക്ക് കടന്നുപോയി ടിക്കറ്റ് എടുക്കുന്നതാണ് പിന്നീട് ഞാൻ കണ്ടത്. തിരിച്ചു വിളിക്കണം എന്ന് ഞാൻ ആലോചിച്ചു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. നമ്മളെ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി കടന്നു പോകുന്ന ഒരാൾ നമ്മുടെ എന്ത് പ്രശ്നം പരിഹരിക്കാനാണ്? മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ആത്മബന്ധത്തെക്കുറിച്ചുമൊക്കെ ക്ലാസ്സുകളിൽ നിരന്തരം പറഞ്ഞ് ആളുകളെ വൈകാരികമായി കയ്യിലെടുക്കുന്ന ഈ മഹാൻ ഇത്തരത്തിലാണ് മറ്റൊരു മനുഷ്യജീവിയോട് പെരുമാറിയത് എന്ന് ഓർക്കുമ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്തിന് കേട്ടിരിക്കണം എന്നാണ് ഞാൻ വെറുതെ ഓർത്തുപോയത്. പിന്നെയും ആലോചിച്ചപ്പോൾ കാര്യം സ്പഷ്ടമായി. വായിട്ടലച്ച് കാശുണ്ടാക്കി കുടുംബത്തെ പുലർത്തുക എന്നതിലപ്പുറം ഒരു മാനവികതയും ഇത്തരക്കാർക്കില്ല. മോട്ടിവേഷൻ സ്പീക്കിംഗ് ഈസ് എ പ്രൊഫഷൻ. അത് പ്രൊഫഷണലായി അയാൾ നല്ലതുപോലെ ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറം ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ